ഡിയർ ഫ്രണ്ട്സ്, നോക്കൂ എത്ര മനോഹരമായ മലനിരകളാണ് ഈ കാണുന്നത്. ഹേ, നമ്മുടെ കണ്ണിനൊക്കെ ഒരു കുളിർമയ പേഴിക്കുക എന്നൊക്കെ പറയാറില്ലേ, അത്രയും മനോഹരമായ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വിട്ട് പോകാൻ തോന്നില്ല. ഇവിടെ തന്നെ ഒരു 5 10 സെൻറ്റോ അല്ലെങ്കിൽ ഒരു ഏക്കറോ ഒക്കെ വാങ്ങിയിട്ട് ഒരു വീടും വെച്ച്. ഡിയർ ഫ്രണ്ട്സ്, ഒരു വീട് സംതിങ് ഡിഫറെൻറ്റ്. നമുക്കൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ദയ ഉണ്ടാവണം, എനിക്ക് കാഴ്ചശക്തി കുറവാണ്. എൻ്റെ 100 രൂപ ഇവിടെ നഷ്ടപ്പെട്ടു. കണ്ടു കിട്ടുന്നവർ എന്നെ ഏൽപ്പിക്കും എന്ന് വിശ്വസിക്കുന്നു. തടത്തിൽ ദാക്ഷായണി. ഇത് കൊള്ളാലോ. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ബോർഡ് കാണുന്നത്. തടത്തിൽ ദാക്ഷായണി. അതൊന്ന് കണ്ടുപിടിക്കണമല്ലോ. കണ്ടുപിടിക്കാം. ഹലോ ഹലോ, നമ്മുടെ തടത്തിൽ ദാക്ഷായണിയമ്മയുടെ വീട് അത് ഇതിൽ തന്നെ ദയാ കാണുന്ന വഴിയില്ലേ, അതിൽ പോയിട്ട് കുറച്ച് അതിനപ്പുറത്ത് അതിൽ അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ വലത്തോട്ടല്ലേ കുറച്ച് നേരെ കാണുന്ന വീട്. അവിടെ ചോദിച്ചാൽ മതി, അവിടെ ചോദിച്ചാൽ മതി. ഓക്കെ 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 ശരി. ഓക്കെ. ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അമ്മൂമ്മേ, ഇത് ഞാനാ. എൻ്റെ പേര് കബീർ. ഞാനൊരു വ്ളോഗറാണ്. അമ്മൂമ്മക്ക് മനസ്സിലായില്ലല്ലോ മോനെ. അമ്മൂമ്മക്ക് മനസ്സിലാവാൻ വഴിയില്ല. എനിക്ക് ആ വഴിയിൽ നിന്നും ഒരു 100 രൂപ കിട്ടി. അപ്പോഴാണ് ആ ബോർഡിൽ അമ്മൂമ്മയുടെ വിലാസം കിട്ടിയത്. ആ പൈസ അമ്മൂമ്മനെ ഏൽപ്പിക്കാൻ വന്ന. മോനെ, ഏട്ടാ, ഈ തടത്തിൽ ദാക്ഷായണിയമ്മയുടെ വീട് ഇതിനങ്ങോട്ട് നേരെ പോവാം. ആ മറന്നു പോണ്ട, 2ാമത്തെ വീട്. മറക്കൂല. ആ ഹലോ. ഹലോ. പിന്നെ നിങ്ങൾ ഇവിടുത്തെ ആളാണോ? ഇല്ല, ഞാൻ കുറച്ച് ദൂരെ. എന്തായിരുന്നു അത്? ഈ ദാക്ഷായണി എന്ന് പറഞ്ഞ ഒരാളെ വീട്. തടത്തുമ്പോൾ ദാക്ഷായണിയാണ്. അതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് കുറച്ച് പാറകളില്ലേ, ഇത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുന്നുണ്ട്. ആ കുന്ന് കയറിയിട്ട് അവിടെ കാണുന്ന ആ വീട് തന്നെ. പാറക്കെട്ട് ഇത്ര ഇല്ലല്ല, കുറച്ചുകൂടെ ഉള്ളൂ. ഓക്കെ ശരി. അല്ലിക്ക, അല്ല നിങ്ങൾ അവിടെ പോകുന്നത് എന്തിനാ? അതൊന്നുമില്ല, എനിക്ക് അവരൊന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ എന്നാ ശരി. ഇനിയിപ്പോ ഇയാൾ പൈസ കൊടുക്കും ആയിരിക്കും. എന്താ മോനെ, ഇതിപ്പോ 10-40 പേരായി 100 ഉറുപ്പ്യ കിട്ടിയെന്നും പറഞ്ഞ് ഇതുപോലെ ഇവിടെ വരുന്നു. സത്യം പറഞ്ഞ എൻ്റെ കയ്യിൽ നിന്ന് 100 ഉറുപ്പ്യ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മാത്രല്ല എനിക്കാണെങ്കിൽ എഴുത്തും വായനയും ഒന്നും അറിഞ്ഞൂടാ. പിന്നെ ഈ കണ്ണ് കാണാത്ത ഞാൻ എങ്ങനെയാ അവിടെ ഒരു ബോർഡ് വെക്കുക? അതൊന്നും സാറില്ല അമ്മൂമ്മേ. ഞാൻ ഏതായാലും ഇത്ര ദൂരം വന്നതല്ലേ, ഇത് അമ്മൂമ്മൻ്റെ കയ്യിൽ വെച്ചോ.
എന്നാ ശരി, ഓക്കെ കേട്ടോ. മോനെ, എന്താ മൂമ്മേ? മോനെ, അമ്മമ്മക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്താ മൂമ്മേ, പറഞ്ഞോളൂ. മോൻ പോകുമ്പോ ആ ബോർഡ് അവിടുന്ന് എടുത്തു മാറ്റണം. ശരിയാ മൂമ്മേ. ആ മരത്തിൽ ആരായിരിക്കും അങ്ങനെ ഒരു ബോർഡ് എഴുതി തൂക്കിയത്? അമ്മൂമ്മയെ കാണാൻ വന്നവരോട് എല്ലാവരോടും ആ ബോർഡ് എടുത്തു മാറ്റാൻ അവർ പറഞ്ഞിരുന്നു. എന്നിട്ടും ആരും തന്നെ ആ ബോർഡ് അവിടെ നിന്നും മാറ്റിയിട്ടുമില്ല. ഏട്ടാ, ഈ തടത്തിൽ ഭാഗത്തേക്കുള്ള വഴിയില്ല. എന്തായിരുന്നു? ഒന്നുമില്ല, എനിക്കൊരാളെ കാണാണ്ടായിരുന്നു അവിടെ. വഴി ഇത് തന്നെയാണ്. ആ, മിക്കവാറും വഴി പറഞ്ഞു തരാൻ നിങ്ങൾ വേറെ ആളെയും കാണും. ഓക്കെ, ശരി. ഇവനാരാ? ജോത്സ്യനെ പണിക്കാരേട്ടാ, മുൻകൂട്ടി പ്രവചിക്കാൻ? അല്ല പിന്നെ. മോൻ പോകുമ്പോ ആ ബോർഡ് അവിടുന്ന് എടുത്തു മാറ്റണം. ആ, മറ്റേ ആൾ പറഞ്ഞത് ശരിയാണല്ലോ. ഒരാളെ തരും, ഒന്ന് ചോദിച്ചു നോക്കാം. ഏട്ടാ, ഏട്ടാ, തടത്തിൽ ദാക്ഷാണിയുടെ വീട് എവിടെയാ, നിങ്ങളറിയോ? ഞാനിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. എന്തേ കാര്യം? ഒന്നുമില്ല, അവരൊന്ന് കാണണ്ടേ. അതെ, ആ, ഈ കുന്നട് കയറിയിട്ട് ആ, നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് വലത്തോട്ട് പോയി ആദ്യം കാണുന്ന ഇടത്താവത്തോട്. ആ, ഓക്കെ, വലിയ ഉപകാരം കേട്ടോ. ഓക്കെ. എന്താ ഒരു പക്ഷേ ഇയാളും ആ പണം കൊടുക്കാനായിരിക്കും പോകുന്നത്. എന്നാലും ആരായിരിക്കും ആ ബോർഡ് എഴുതി തൂക്കിയത്? പ്രായമായ ആ സ്ത്രീയെ ഏതോ നല്ല മനസ്സുള്ള ഒരാൾക്ക് സഹായിക്കണമെന്ന് തോന്നിക്കാണും. അതിന് അദ്ദേഹം കണ്ടെത്തിയ മാർഗമായിരിക്കും ഈ ബോർഡ്. മോൻ പോകുമ്പോ ആ ബോർഡ് അവിടുന്ന് എടുത്തു മാറ്റണം. ആരേക്കില്ല ഈ ബോർഡ് ഇവിടെ വെച്ച് അമ്മൂമ്മയാണ് എടുത്ത് മാറ്റാനും പറഞ്ഞ്. ഒരു പ്രായമായ സ്ത്രീ പറഞ്ഞല്ലേ, എടുത്ത് മാറ്റിയേക്കാം. ഒരാളെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ എന്തൊക്കെ വഴികളാ തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഇത് വിളക്കട്ടെ. മനുഷ്യത്വത്തിൻ്റെ ഉറവകൾ ഒരു കാലത്തും വറ്റുകയില്ല. അത് എവിടെയൊക്കെങ്കിലും നിർഗളം ഒഴുകിക്കൊണ്ടേയിരിക്കും. അതെ, ഞാൻ തന്നെയാണ് ഈ ബോർഡ് ഇവിടെ വെച്ചത്. ആ വൃദ്ധയെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റാത്ത എനിക്ക് ഇത്രമാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. എൻ്റെ അവസാനം വരെ ഈ ബോർഡിന് കാവലായി ഞാനുണ്ടാവും. ഇതുപോലുള്ള നിരവധി നിസ്സഹായരായ
മനുഷ്യജന്മങ്ങളുണ്ട് നമുക്ക് ചുറ്റുപാടും. സ്നേഹിക്കുക, സഹായിക്കുക.